സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ LDF സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായി. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. വയനാട്ടിലും ആലപ്പുഴയിലും ആരെന്ന ആകാംക്ഷ നിലനിൽക്കുന്നു. BJPയുടെ ആദ്യഘട്ട പട്ടിക നാളെ പുറത്തിറങ്ങിയേക്കും. NDA നേതൃയോഗം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഒരു പടി മുന്നിലാണ് LDF, അത് പറയാതെ വയ്യ. അവർ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു. ഇന്ന് കൂടുതൽ സജീവമായി എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം വയനാട്ടിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന തീരുമാനമെങ്കിലും ഏറ്റവും ആദ്യം ഉണ്ടാകണമല്ലോ. അത് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? രണിക, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുന്നു എന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ LDFന്റെ ഔദ്യോഗിക പട്ടിക പുറത്തു വന്നിരിക്കുന്നു. പ്രചാരണ രംഗത്തേക്ക് അവർ ഒരുപടി മുമ്പേ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന വിലയിരുത്തൽ ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പുനർവിചിന്തനം നടത്തണമെന്നൊരു വിലയിരുത്തലിലാണ് ഈ നേതാക്കൾ. അതുതന്നെയാണ് സംസ്ഥാനത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും KPCC നേതൃത്വം, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തന്നെ മത്സരിപ്പിക്കണം, അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ്. അതോടൊപ്പം ആലപ്പുഴയിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. നേരത്തെ KC വേണുഗോപാൽ തന്നെ അവിടെ നിന്ന് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്ന തരത്തിലേക്ക് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആലപ്പുഴയിലെ കാര്യത്തിലും ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം അത്തരത്തിലുള്ള ചില സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും നാളെ സമരാഗ്നി തലസ്ഥാനത്ത് അവസാനിക്കുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ള നേതാക്കൾ എത്തുന്നുണ്ട്. സമരാഗ്നിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഉപസമിതിയുടെ അംഗങ്ങളായ KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തുവരിക. എന്തായാലും സസ്പെൻസുകൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അത്തരത്തിലുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിലെ സിറ്റിംഗ് MPമാരിൽ ആരൊക്കെ മാറി നിൽക്കേണ്ട സാഹചര്യം വരും എന്നൊരു ആകാംക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായ ഉത്തരം ഹൈക്കമാൻഡ് ഈ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് നേതാക്കളുടെ വിശദീകരണം. കാരണം വളരെ രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നത്. ഒരു തരത്തിലും മാധ്യമങ്ങൾക്ക് ഈ വാർത്തകൾ ചോരാത്ത തരത്തിലാണ്, അതീവ രഹസ്യമായാണ് ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെന്നാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിശദീകരണം. എന്തായാലും സമരാഗ്നിയുമായി ബന്ധപ്പെട്ട സംയുക്ത വാർത്താ സമ്മേളനം പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും കൂടി ഏതാണ്ട് 10 മണിക്ക് DCC ഓഫീസിൽ നടത്തുന്നുണ്ട്. അവിടെ ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥികളെ എപ്പോൾ പ്രഖ്യാപിച്ചേക്കാം എന്ന കാര്യത്തിലൊക്കെ കൃത്യമായൊരു പ്രതികരണം ഉണ്ടായേക്കാം. NDA സംബന്ധിച്ച് 4 പേരുടെ അല്ലെങ്കിൽ 4 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒരു ചിത്രമായിരിക്കും ആദ്യം വ്യക്തമാകുക. അതിൽ തന്നെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, അതോടൊപ്പം തന്നെ തൃശൂർ, പാലക്കാട് അവർ A ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്ന, ഏത് തരത്തിലും പിടിച്ചെടുക്കണമെന്ന ഒരു അഭിമാന പോരാട്ടത്തിനൊരുങ്ങുന്ന ഈ 4 മണ്ഡലങ്ങളുടെ പട്ടികയായിരിക്കാം ആദ്യഘട്ടത്തിൽ നാളെ ഒരുപക്ഷെ പുറത്തുവരിക. അതിന് മുന്നോടിയായിട്ടുള്ള ദേശീയ NDAയുടെ സംസ്ഥാനതല യോഗമാണ് ഉച്ചയ്ക്ക് തലസ്ഥാനത്ത് ചേരുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു. പ്രചാരണ രംഗത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ സജീവമാകുന്നു എന്നതാണ് വിവരം. കോഴിക്കോട്